KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. നിർധന കുടുംബങ്ങൾക്ക് തണലേകാൻ മർക്കസ് ഡ്രീം വാലി ഹൌസ് താത്തൂരിൽ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. പുതുജീവിതത്തിനെത്തുന്നത് 10 കുടുംബങ്ങൾ. കോലം കത്തിച്ചവർ സുന്നി പ്രവർത്തകരുടെ അച്ചടക്കം കണ്ടുപഠിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. VS അച്യുതാനന്ദന് ക്യാബിനറ്റ് റാങ്ക്. അന്തിമ തീരുമാനം കേരള സർക്കാർ എടുക്കുമെന്ന് സീതാറാം യെച്ചൂരി. ഡീസൽ വാഹന നിയന്ത്രണം. സംസ്ഥാനങ്ങൾക്ക് ഹരിത ട്രിബ്യൂണൽ നോട്ടീസ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വാർത്തകൾ വിശദമായി. VS അച്യുതാനന്ദന് ക്യാബിനറ്റ് റാങ്കുള്ള പദവി നൽകാൻ PB തീരുമാനം. സ്വതന്ത്ര അധികാരമുള്ള പദവിയായിരിക്കും നൽകുക. ഇരട്ട പദവി നിയമവ്യവസ്ഥകൾ പരിഗണിച്ചായിരിക്കും നിയമനം. മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യാത്ത രീതിയിലായിരിക്കും പദവിയെന്ന് സീതാറാം യെച്ചൂരി വിശദമാക്കി. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച കേരളത്തിൽ നടക്കുമെന്നും അന്തിമ തീരുമാനം കേരള സർക്കാർ എടുക്കുമെന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. As far as Kerala and Comrade VS Achyutanandan is concerned, what has been said publicly so far, what I have said, what has been said, all those matters are discussed and they are in the process. These are not decisions that can be taken by the CPIM and the CPM Politburo. These are decisions will have to be taken by the government of Kerala. And the government of Kerala legally will have to set the process rolling, which I believe has been set rolling. So you will know shortly. Show a little patience. You will see everything that has been said is in the process of being implemented. ഡീസൽ വാഹന നിയന്ത്രണം സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് ദേശീയ ഹരിത ട്രിബ്യൂണൽ നോട്ടീസ്. സംസ്ഥാനങ്ങളിലെ വായു മലിനീകരണം കൂടിയ നഗരങ്ങളെക്കുറിച്ച് നാളെ റിപ്പോർട്ട് നൽകാൻ ട്രിബ്യൂണൽ നിർദ്ദേശം നൽകി. റിപ്പോർട്ട് നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ചീഫ് സെക്രട്ടറിമാർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുമെന്ന് ട്രിബ്യൂണൽ മുന്നറിയിപ്പ് നൽകി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ നിലപാട് കേരളത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചെന്നിത്തല ആരോപിച്ചു. അത്തരമൊരു നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല. അതിരപ്പള്ളി വിഷയത്തിൽ പൊതു അഭിപ്രായ രൂപീകരണം വേണം. ഏകപക്ഷീയ നിലപാടുകൾ ഗുണം ചെയ്യില്ല. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പിരിച്ചുവിടുന്നതിനോട് യോജിപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്കുകളുടെ കാലം അവസാനിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കില്ലെന്ന ഉമ്മൻചാണ്ടിയുടെ നിലപാട് അസാധാരണ നടപടിയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പുതിയ സന്ദേശം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കൈമാറി. കോൺഗ്രസുകാരെ ഒരുമിച്ച് കൊണ്ടുപോകും. ഏകശില വിഗ്രഹം പോലെ കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം തനിക്കുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കും. ഒരു ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കും. ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങളോട് പൂർണ്ണമായും സഹകരിക്കും. ഗവൺമെന്റ് തെറ്റുകളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കും. ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ശക്തമായ നിലപാടുകളായിരിക്കും പ്രതിപക്ഷം എന്നുള്ള നിലയിൽ UDFും കോൺഗ്രസ് പാർട്ടിയും സ്വീകരിക്കാൻ പോകുന്നത്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ, പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. നിങ്ങളുടെയും കേരളത്തിലെ ജനങ്ങളുടെയും സഹകരണത്തോടെ അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുക വേണ്ടിയായിരിക്കും ഞാൻ ശ്രമിക്കുന്നത്. KPCC പ്രസിഡന്റായി ഞാൻ 8.5-9 വർഷക്കാലം പ്രവർത്തിച്ച ഒരാളാണ്. ആ കാലഘട്ടത്തിൽ പാർട്ടിയെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിക്കാൻ ഞാനും സഹപ്രവർത്തകന്മാരും നടത്തിയ കഠിനാധ്വാനം ഞാൻ ഓർക്കുന്നു. ശ്രീ ബഹുമാന്യനും ആദരണീയനുമായ ശ്രീ K. കരുണാകരൻ ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ടുപോയ സന്ദർഭത്തിലാണ്
കോൺഗ്രസ് ഹൈക്കമാൻഡും സോണിയാഗാന്ധിയും എന്നെ KPCC പ്രസിഡന്റ് ചുമതല ഏൽപ്പിച്ചത്. ഗൾഫിൽ ഭക്ഷ്യവസ്തുക്കൾക്കും നികുതി ഏർപ്പെടുത്താൻ നീക്കം. ശീതളപാനീയങ്ങൾക്കും പുകയില ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക നികുതി. മൂല്യവർദ്ധിത നികുതി 2018 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് വിവിധ നിരക്കിൽ നികുതി ഏർപ്പെടുത്താൻ നീക്കം നടക്കുന്നതായി സൌദി ധനമന്ത്രി ഡോക്ടർ ഇബ്രാഹിം അൽ അസാഫ് വ്യക്തമാക്കി. ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കൾക്ക് എത്ര നിരക്കിൽ നികുതി ഏർപ്പെടുത്തണമെന്ന് ധാരണയായാൽ അടുത്ത വർഷം മുതൽ ഇത് നടപ്പാക്കും. എന്നാൽ മൂല്യവർദ്ധിത നികുതി 2018 മുതലാണ് പ്രാബല്യത്തിൽ വരിക എന്നും അൽ അസാഫ് കൂട്ടിച്ചേർത്തു. റിയാദിൽ കഴിഞ്ഞ ദിവസം ചേർന്ന GCC ധനകാര്യമന്ത്രിമാരുടെ യോഗമാണ് പുതിയ നികുതി സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ശീതളപാനീയങ്ങൾക്ക് 50%, എനർജി ഡ്രിങ്ക്സിനും പുകയില ഉൽപ്പന്നങ്ങൾക്കും 100% എന്നിങ്ങനെയാണ് നികുതി ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുത്ത ഇനങ്ങളിലെ നികുതി എന്ന പേരിലുള്ള പുതിയ നികുതി എല്ലാ ഭക്ഷ്യവസ്തുക്കൾക്കും വിവിധ നിരക്കിൽ ബാധകമായിരിക്കും. എന്നാൽ മൂല്യവർദ്ധിത നികുതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ അന്തിമ ധാരണയായിട്ടില്ല. 2018 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുന്ന മൂല്യവർദ്ധിത നികുതിയെക്കുറിച്ച് പഠനം പുരോഗമിക്കുകയാണെന്നും അടുത്ത ഒരു മാസത്തിനകം അന്തിമ ധാരണ രൂപപ്പെടുമെന്നും ഡോക്ടർ ഇബ്രാഹിം അൽ അസാഫ് പറഞ്ഞു. പുതുതായി ഏർപ്പെടുത്തുന്ന നികുതി ഗൾഫ് രാജ്യങ്ങളുടെ കമ്മി ബജറ്റിന് ഒരു പരിധിവരെ പരിഹാരമാവുമെന്നും ധനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. KMIC ന്യൂസിനു വേണ്ടി കരീമേലംകുളം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമർ ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. നിർധനരായ കുടുംബങ്ങളുടെ പുനരധിവാസം ലക്ഷ്യമാക്കി മർക്കസ് ചാരിറ്റി ഘടകം RCFIക്ക് കീഴിൽ നിർമ്മിച്ച 10 ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. ഭവനരഹിതർക്ക് വീടുകൾ നൽകുക എന്ന മർക്കസ് ഡ്രീം വാലി പദ്ധതിയുടെ ഭാഗമായാണ് കോഴിക്കോട് ജില്ലയിലെ മാവൂരിനടുത്ത താത്തൂരിൽ 10 കുടുംബങ്ങൾക്കുള്ള വീട് തയ്യാറാക്കിയിരിക്കുന്നത്. വീട് അർഹരായ 10 കുടുംബങ്ങൾക്ക് കൈമാറുകയാണ്. നിർധനരും വീടില്ലാത്തവരുമായ ആളുകളിൽ നിന്ന് തിരഞ്ഞെടുത്തവർക്കാണ് 10 വീടുകൾ കൈമാറുന്നത്. ഡ്രീം വാലിയിലെത്തുന്ന ഓരോ കുടുംബത്തിനും പറയാനുള്ളത് സങ്കടങ്ങളുടെ കഥയാണ്. പുല്ലൂരാംപാറ ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും നശിച്ച തിരുവമ്പാടി സ്വദേശി അബ്ദുൽ ഹമീദിന്റെയാണ് ഒരു കുടുംബം. സ്വന്തമായുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട ഹമീദും ഭാര്യയും മകനും അടങ്ങുന്ന കുടുംബം ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ കേന്ദ്രത്തിലാണ് കഴിഞ്ഞുവരുന്നത്. ദുരന്തത്തിലകപ്പെട്ട പലർക്കും സർക്കാർ വീട് നൽകിയെങ്കിലും ഇവർക്ക് കിട്ടിയില്ല. മർക്കസ് ഡ്രീം വാലിയിലേക്ക് താമസം മാറുമ്പോൾ തങ്ങളുടെ ദുരിതങ്ങൾ അവസാനിച്ച് പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കാനാവുമെന്ന് ഹമീദ് പ്രതീക്ഷിക്കുന്നു. വയനാട് പുത്തൂർ മലക്കാരിയായ റഷീദയും 3 മക്കളുമാണ് മർക്കസ് ഡ്രീം ഹോമിൽ വരുന്ന മറ്റൊരു കുടുംബം. ഭർത്താവ് മരിച്ച റഷീദക്ക് 3 കുട്ടികളാണുള്ളത്. തേയിലത്തോട്ടത്തിൽ പണിയെടുത്ത് കുടുംബം പോറ്റുന്ന ഇവർ വീടോ സ്ഥലമോ ഇല്ലാതെ പാടി എസ്റ്റേറ്റിൽ ദുരിതക്കയത്തിൽ ജീവിച്ചു വരികയായിരുന്നു. ഈ 3 മക്കൾക്ക് മർക്കസ് ഹോം കെയർ മുഖേന നേരത്തെ തന്നെ സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട്. പുതിയ വീട്ടിലേക്കുള്ള മാറ്റം ഏറെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് റഷീദയും. കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശിനിയായ അന്ധയായ സയ്യിദ റഹ്മയും മക്കളുമാണ് മറ്റൊരു കുടുംബം. വീടോ സ്ഥലമോ ഇല്ലാതെ ഷെഡ് കെട്ടിയാണ് ഇവർ താമസിച്ചു വരുന്നത്.
2 കുട്ടികൾക്കും റഹ്മക്കും ഡ്രീം വാലി നൽകുന്നത് സുരക്ഷിതമായൊരു അഭയകേന്ദ്രമാണ്. ഇത്തരത്തിൽ അഭയമില്ലാത്ത 10 കുടുംബങ്ങളാണ് മർക്കസിന്റെ തണലിൽ പുതുജീവിതത്തിനെത്തുന്നത്. റമദാനിനൊപ്പം വിരുന്നെത്തുന്ന പുതിയ വീട് ഈ കുടുംബങ്ങളെ ആഹ്ലാദഭരിതമാക്കുകയാണ്. താത്തൂർ മഹല്ല് ജമാഅത്തിന്റെ കൂടി സഹകരണത്തോടെയാണ് മർക്കസ് ഡ്രീം വാലി സംവിധാനിച്ചിരിക്കുന്നത്. 2 ബെഡ്റൂം, ഡൈനിംഗ് ഹാൾ, അടുക്കള, ബാത്റൂം എന്നിവയടങ്ങുന്നതാണ് ഓരോ വീടും. മർക്കസിലെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പുതിയൊരു മുഖമാണ് ഡ്രീം വാലിയിലൂടെ തുറക്കപ്പെടുന്നത്. അടുത്തയാഴ്ച നടക്കുന്ന ഡ്രീം വാലി വീട് കൈമാറ്റ ചടങ്ങ് ആഘോഷമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് താത്തൂരുകാർ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ അച്ചടക്കം പാലിക്കുന്നവരാണെന്നും അവരെ കണ്ടുപഠിക്കാൻ മറ്റുള്ളവർ തയ്യാറാവണമെന്നും കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ICF കുവൈറ്റ് നാഷണൽ കമ്മിറ്റി അബ്ബാസിയ പാകിസ്ഥാൻ സ്കൂളിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കക്ഷി രാഷ്ട്രീയമായി സംഘടിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ ഖതീബ്, ഇമാം, മുദരിസ് തുടങ്ങിയ ദീനീ സേവകർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയാണ് സംഘടനാ ദൌത്യം. മണ്ണാർക്കാട് 2 സുന്നി പ്രവർത്തകരെ വധിച്ച പ്രതികളെ സഹായിച്ച MLA പരാജയപ്പെടണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് മർക്കസ് അലുമിനി യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ മണ്ണാർക്കാട് വിജയിച്ചതിന്റെ പേരിൽ തന്റെ കോലം കത്തിച്ചവർ സുന്നി പ്രവർത്തകരുടെ അച്ചടക്കം കണ്ടുപഠിക്കണം. താൻ ഒരു മണ്ഡലത്തിലും നേരിട്ടുപോയി ഏതെങ്കിലും പാർട്ടിയെ വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ പ്രസംഗിച്ചിട്ടില്ല. എന്നാൽ തന്റെ നാടുൾക്കൊള്ളുന്ന കൊടുവള്ളിയിലും ബാലുശ്ശേരിയിലും മർക്കസും നോളജ് സിറ്റിയും സ്ഥിതി ചെയ്യുന്ന മണ്ഡലങ്ങളിലും പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നേരിട്ട് വന്ന് പ്രസംഗിച്ചിട്ടുണ്ടെന്നും അവിടെയെല്ലാം ഹൈദരലി തങ്ങൾ വിജയിപ്പിക്കാൻ ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടിട്ടുമുണ്ട്. ഇവിടെ കോലം കത്തിക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യം കത്തിക്കേണ്ടിവരുമെന്ന് കാന്തപുരം ഉസ്താദ് ചോദിച്ചു. 2 വ്യക്തികളെ യാതൊരു കാരണവും കൂടാതെ കൊന്നുകളഞ്ഞ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്ത മണ്ണാർക്കാട് സ്ഥാനാർത്ഥി തോൽക്കണമെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞത്. അത്രേ പറഞ്ഞുള്ളൂ. എന്നാൽ അവിടുത്തെ സ്ഥാനാർത്ഥി ജയിച്ചു. അതിന് എന്റെ കോലം കത്തിച്ചുകൊണ്ടാണ് കേട്ടത്. എനിക്കറിയില്ല. അച്ചടക്കത്തിന്റെ വ്യത്യാസം നിങ്ങൾ നോക്കണം. അതേസമയത്ത് എന്റെ നാടായ കൊടുവള്ളിയിൽ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ 2 പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചു. 2 ദിവസം അവിടുത്തെ കുടുംബ യോഗങ്ങളിൽ പങ്കെടുത്ത് വീടുകളിലൊക്കെ ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് പങ്കെടുത്ത് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിലെല്ലാം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം, അയാൾ വിജയിക്കും, മറുകക്ഷി തൈപ്പണമായി പോകും എന്ന് പറഞ്ഞു. എന്നാലോ തങ്ങൾ പറഞ്ഞത് ജയിച്ചോ? ജയിച്ചില്ല. തങ്ങൾ തൈപ്പണമായി പോകുമെന്ന് പറഞ്ഞ ആള് ജയിച്ചു. ഇത് തങ്ങൾ നേരെ വന്ന് പ്രസംഗിച്ച് പറഞ്ഞതാണ്. എന്നിട്ട് നമ്മുടെ പ്രവർത്തകന്മാർ തങ്ങളെ കോലം കത്തിച്ചോ? നമ്മുടെ പ്രവർത്തകന്മാർ 10 വട്ടം കത്തിക്കട്ടെ ഈ പറഞ്ഞതിലും. ഞാൻ പറഞ്ഞത് നമ്മുടെ അന്യ പ്രവർത്തകനായ ഒരു വിദ്യാർത്ഥിയെ കൊല്ലപ്പെട്ടു പോയി. അവനെ കൊല്ലുന്നതിന് ഒരു ചെറിയ സഹായം പോലും കേസ് തെളിയിക്കുന്നതിന് വരെ ചെയ്യാതെ ശത്രുക്കൾക്ക് സഹായിച്ചു കൊടുത്ത ആള് തോൽക്കാൻ വേണ്ടത് എന്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ ഇപ്പോഴും അഭിപ്രായക്കാരൻ തന്നെയാണ്. സുന്നി പ്രവർത്തകരും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണെന്നും സുന്നി പ്രവർത്തകർ സയ്യിദുമാരെയും പണ്ഡിതരെയും ആദരിക്കുന്നവരാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നാഷണൽ പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ദാരിമി അധ്യക്ഷത വഹിച്ചു. മർക്കസ് സഹറത്തുൽ ഖുർആനിന് കീഴിൽ 2017-18 അധ്യയന വർഷത്തിൽ ആരംഭിക്കാനിരിക്കുന്ന വിവിധ സെന്ററുകളിൽ അധ്യാപനം നടത്താൻ താൽപര്യമുള്ള വനിതകൾക്ക് ജൂൺ 2 വരെ അപേക്ഷ സമർപ്പിക്കാം. പ്ലസ് 2-വും മദ്രസ പഠനം 7ാം തരവുമാണ് അടിസ്ഥാന യോഗ്യത. ആഴ്ചയിൽ 1 ദിവസം വീതമാണ് പരിശീലനമുണ്ടാവുക. ആദ്യവർഷ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഉന്നത ശമ്പളത്തോടെ നിയമനവും നൽകും. ജൂൺ ആദ്യവാരത്തിൽ നടക്കുന്ന എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പരിശീലനത്തിലേക്ക് തിരഞ്ഞെടുക്കുക. താൽപര്യമുള്ളവർ www.markasonline.com എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്.
കൂടുതൽ വിവരങ്ങൾ 7025440005 എന്ന നമ്പറിൽ ലഭ്യമാണ്. അടുത്ത അധ്യയന വർഷത്തെ മദ്രസാ പ്രവേശനത്തിന് തുടക്കം കുറിക്കുന്ന ഫത്ഹെ മുബാറക്കിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 16 കാന്തപുരം മഅ്ദനുൽ ഉലൂം മദ്രസയിൽ സംഘടിപ്പിക്കുവാൻ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. SSFുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടിയിൽ ഇരു സംഘടനകളുടെയും സംസ്ഥാന സാരഥികൾ പങ്കെടുക്കും. ഏപ്രിൽ മാസത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ വെക്കേഷൻ ക്യാമ്പിൽ മികവ് കാണിച്ച മദ്രസകൾക്ക് പാരിതോഷികം നൽകും. UAEയിലേക്ക് പോകുന്ന VPM ഫൈസിക്ക് യാത്രയപ്പ് നൽകി. പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അബൂ ഹനീഫ് അൽ ഫൈസി, VPM ഫൈസി വില്യാപ്പള്ളി, ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി, സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം, VV അബൂബക്കർ സഖാഫി, KM ബഷീർ മുസ്ലിയാർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർധന കുടുംബങ്ങൾക്ക് തണലേകാൻ മർക്കസ് ഡ്രീം വാലി ഹൌസ് താത്തൂരിൽ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. പുതുജീവിതത്തിനെത്തുന്നത് 10 കുടുംബങ്ങൾ. കോലം കത്തിച്ചവർ സുന്നി പ്രവർത്തകരുടെ അച്ചടക്കം കണ്ടുപഠിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഡീസൽ വാഹന നിയന്ത്രണം സംസ്ഥാനങ്ങൾക്ക് ഹരിത ട്രിബ്യൂണൽ നോട്ടീസ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. VS അച്യുതാനന്ദന് ക്യാബിനറ്റ് റാങ്ക്, അന്തിമ തീരുമാനം കേരള സർക്കാർ എടുക്കുമെന്ന് സീതാറാം യെച്ചൂരി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.